ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചുറ്റിനും വീട്ടിൽ തന്നെ പലയിടത്തും കാട് പിടിച്ച് കിടക്കുന്ന വഴിയോരങ്ങളിലും ഒക്കെ ഉള്ള സാധാരണ ഈ നാട്ടുവൈദ്യത്തിൽ ഉപയോഗിക്കുന്ന ഇലകളെക്കുറിച്ചാണ്. നമ്മളൊക്കെ ഈ ചീര ഒക്കെ കടയിൽ പോയി വാങ്ങും, അല്ലെങ്കിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കും. എന്തുകൊണ്ടാണ് നമ്മളാരും മുയൽ ചെവിയൻ, തിരുതാളി തുടങ്ങിയ ധാരാളം നാട്ട് വൈദ്യത്തിൽ ഉപയോഗിക്കുന്ന ഔഷധങ്ങളുണ്ട്, അത് കൃഷി ചെയ്യുന്നില്ല? അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ശരിക്കും നമുക്ക് ഇത് ഒരു ഇലക്കറിയായിട്ട് കഴിക്കാം. കണ്ടമാനം കഴിക്കണ്ട, ഇതിൻ്റെ ഒക്കെ മിക്സായിട്ട്. ഉദാഹരണം പറഞ്ഞാൽ മുയൽ ചെവിയൻ എന്ന് പറയുന്നത് ശരിക്കും ചെറിയ ഇലയായിട്ടാണ് നമ്മൾ വഴിയിലൊക്കെ കാണുന്നതെങ്കിൽ, അത് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇല കുറച്ചും കൂടെ വലിയ സൈസാവും. അപ്പോൾ നമുക്ക് ചീരയായി കൃഷി ചെയ്യുന്നത് പോലെ അത് വ്യാപകമായി കൃഷി ചെയ്ത് അത് കഴിക്കാൻ ഉപയോഗിക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിന് പറയുന്നത് ഒരു തോരൻ ഉണ്ടാക്കുന്നതിന് മുയൽ ചെവിയൻ, പിന്നെ നമ്മുടെ പല തരത്തിലുള്ളതും ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുയൽ ചെവിയൻ്റെ കൂടെ മഷിത്തണ്ട് ചെടി ചേർക്കാം. മഷിത്തണ്ടൊക്കെ നമ്മുടെ ഒരു ഗുഹാതരത്വം ഉണർത്തുന്ന ഒരു ചെടിയാണ്. എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ പഴയ കാലത്ത് സ്ലേറ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് അത് മായ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മഷിത്തണ്ട് ചെടി, നവരയില മാതിരി മഷിത്തണ്ട് ചെടി ഉപയോഗിക്കുമായിരുന്നു. അപ്പം മഷിത്തണ്ട് നല്ലൊരു ഔഷധം മാത്രമല്ല, അതൊരു നല്ലൊരു ഭക്ഷണ പദാർത്ഥം കൂടിയായിട്ട് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ കിഡ്നി ട്രബിൾ അത് വരില്ല. പിന്നെ പല അസുഖങ്ങൾക്കും, പ്രത്യേകിച്ച് കൊളസ്ട്രോള് വളരെയധികം കുറവുള്ളതാണ്. അതിനകത്ത് കൊളസ്ട്രോൾ ഉള്ളവർക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇതോടൊപ്പം മുരിങ്ങയില എന്ന് പറയുന്നത് ഉപയോഗിക്കാം. മുരിങ്ങയില നമുക്കറിയാം ഒരു ടോണിക്കാണ്, അയൺ ടോണിക്ക് മാതിരി. ഇത് എല്ലാ ദിവസവും കഴിക്കണമെന്നല്ല പറയുന്നത്, ആഴ്ചയിൽ ഒരു ദിവസം ഒരു തോരൻ ഉണ്ടാക്കി കഴിക്കുന്നതിന് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ചുറ്റിനും ഉള്ള ഇത്തരം ചെടികൾ ധാരാളം മതിയാകും. അതാണ്. അപ്പോൾ അത് ആരോഗ്യത്തിനും നല്ലതാണ്. ഇലക്കറികൾ ഒരു പരിധി കൂടുതൽ, പ്രത്യേകിച്ച് ചീരയൊക്കെ കണ്ടമാനം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതും പ്രശ്നമാണ്, നമുക്ക് കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാകും. അപ്പം ഇത്തരം ഇലക്കറികളുടെ ഒരു പ്രത്യേകത എന്താ? അത് ചീരയെക്കാളും അത് ഈ കാര്യത്തിൽ നല്ലതാണ്. കാരണം അതിനകത്ത് അങ്ങനെ കിഡ്നി സ്റ്റോണൊന്നും പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് മാത്രമല്ല, ഔഷധ സംബന്ധിയായിട്ടുള്ള ഗുണങ്ങളും കിട്ടും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ മഷിത്തണ്ട് ചെടി അരച്ചിട്ട് വേണമെങ്കിൽ നെറ്റിയിൽ പുരട്ടുന്നത് പനിക്കൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഉളുക്ക് വരുന്ന ഭാഗത്ത് ഇത് പിഴിഞ്ഞ് ഒഴിച്ച് അത് വെച്ച് കെട്ടാം. മഷിത്തണ്ട് ചെടി തന്നെ മിക്സിയിലിട്ട് അടിച്ച് അത് ജ്യൂസാക്കി എടുത്ത് കുടിക്കാം വേനൽക്കാലത്ത്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അതാണെങ്കിലും നമ്മൾ ഓവറായിട്ട് കഴിക്കണമെന്നല്ല പറയുന്നത്. ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒരു തോരൻ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണെന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം.